മകളെയും കൊണ്ട് വേദയുടെ വീട്ടിലെത്തി വിക്രം. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ്. വിക്രം എങ്ങനെയൊക്കെയോ നമ്മുടെ വേദയെയും കുഞ്ഞിനെയും കണ്ടെത്തുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിക്രമാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, വേദേ, നീ ഇത്രയും നാൾ എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റിപ്പിടിച്ചു. അതിൻ്റെ കാരണം പോലും ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാനൊന്നും പറയില്ല. നീ എൻ്റെ കൂടെ വന്നേ മതിയാവൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം വേദയും പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ വിക്രം വരാനായിട്ടാണ് കാത്തിരുന്നത്. ഇപ്പോൾ വിക്രം വന്നില്ലേ, അതുകൊണ്ട് നമുക്കിനി നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം വിക്രത്തിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് ലഭിക്കേണ്ട അവകാശവും സ്വത്തുമെല്ലാം എനിക്ക് വാങ്ങി നൽകണമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ, ശരി, നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം നേരെ നമുക്ക് ഇവിടേക്ക് പോകാം, അതായത് നിൻ്റെ വീട്ടിലേക്ക്. നിൻ്റെ ഏട്ടനെയും അച്ഛനെയും ബന്ധുക്കളെയും കാണാനായിട്ട് പോകാമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയ്ക്കും അത് സന്തോഷമാകുന്നുണ്ട്. വീട്ടിലെത്തി അച്ഛനെയും അമ്മയൊക്കെ കണ്ടതിന് ശേഷമാണെങ്കിൽ വിക്രമാണെങ്കിൽ വേദയെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ വേദയുടെ വീട്ടിലേക്കാണ്. വേദയുടെ വീട്ടിലേക്ക് വേദയെയും കുഞ്ഞിനെയും കൊണ്ടു ചെന്ന് പറയുന്നുണ്ട്, ഇതെൻ്റെ മകളാണ്, എൻ്റെ മകൾക്ക് വേണ്ട അധികാരാവകാശമൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എഴുതി വച്ചിരിക്കുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ ലഭിച്ചേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും, കാണാൻ സാധിക്കും. ഇതേ സമയം ശ്രീകാന്ത് ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.